ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു തരം സ്കാമിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോൺ വെബ്സൈറ്റ് സ്കാം എന്നാണ് അതിന് പറയാം. ഒരു നൗണായിട്ടുള്ള ഒരു ബിസിനസ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കിയിട്ട് അതേപോലത്തെ ഒരു ക്ലോൺ ഉണ്ടാക്കിയിട്ട് അതുപോലെ സെല്ല് ചെയ്യുന്ന പോലെ ആക്കിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന വെബ്സൈറ്റ് flipkart.bajajcoolers.shop ഹോളിസെയിൽ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ റിപ്പബ്ലിക് ഡേ സെയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ അതേ ലോഗോ. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ കാണുന്നതൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓഫർ സോൺ, മൊബൈൽ, ഫാഷൻ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇനി ഒറിജിനൽ ഫ്ലിപ്കാർട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ flipkart.com എന്നാണ്. ഇവിടെ ഫ്ലിപ്കാറ്റ് ബജാജ് കൂളേഴ്സ് .shop.holisale എന്നാണ് ഇത്. ഇവിടെ കാണിക്കുന്ന പരസ്യം. ഈ ലിങ്ക് എനിക്ക് കിട്ടിയത് ഫേസ്ബുക്കിൽ കൂടെയാണ്. എനിക്ക് ഈ ലിങ്ക് കിട്ടിയത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഫേസ്ബുക്ക് ഈസ് ഹെവൻ ഫോർ സ്കാമേഴ്സ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും പിന്നെയും ഗൂഗിളിൽ ലൊക്കേഷനെങ്കിലും ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പേരിൽ വേറൊരാൾ അഡ്വർടൈസ് ചെയ്യുന്നതൊക്കെ ഗൂഗിൾ നിർത്തിച്ചു. തേർഡ് പാർട്ടി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഗൂഗിൾ നിർത്തിച്ചു. ലൊക്കേഷൻ തന്നെയാണ് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നോക്കൂ, സോണി ബ്രാവിയ 43 ഇഞ്ച് TV വെറും 599 രൂപ, സൈക്കിള് 469 രൂപ, ഓഫീസ് ചെയർ ഈ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്, 467 രൂപ, ഫാൻ 425 രൂപ. എല്ലാത്തിനും ഒരു 30% അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകും. 497 രൂപയ്ക്ക് TV ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ. ഇത് ഫ്ലിപ്കാറ്റ് ക്രെഡിറ്റ് എല്ലാം തന്നെ ഉണ്ടാവും. ബൈനോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ടീമുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി പൈസ പോയി. ഇനി എങ്ങനെയാണ് ഹൂയിസ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതാണ് ഹൂയിസിൻ്റെ വെബ്സൈറ്റ്. ഞാനിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കണം. സെർച്ച് ചെയ്ത് ഫ്ലിപ്കാറ്റ് ബജാജ് കൂളേഴ്സ് .shop. നോർമൽ ഒരു യൂസർ സ്വാഭാവികമായിട്ട് മേലെ നോക്കില്ല, താഴെ മാത്രം നോക്കില്ല. എസ്പെഷ്യലി ഫ്ലിപ്കാർട്ടിനെ പോലത്തെ അതേപോലത്തെ ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ അതിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ഒരിക്കലും വരാൻ പോകുന്നില്ല. രജിസ്റ്റേർഡ് ഓൺ 24 ഫെബ്രുവരി 2006, വെറും 3 ദിവസത്തിന് മുമ്പ്. എക്സ്പയർസ് ഓൺ അടുത്ത വർഷം. ക്ലയൻറ്റ് റിന്യൂ പ്രൊഹിബിറ്റഡ്, ട്രാൻസ്ഫർ പ്രൊഹിബിറ്റഡ്, അപ്ഡേറ്റ്. അവരുടെ ഹൂസ് മൈ ഐഡിയ ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാരുടെ പേരിലാണ് എന്ന് യൂസറായിട്ട് ഇത് ആരാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലുള്ള തട്ടിപ്പുകൾ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കുക. നിങ്ങളുടെ എങ്കിലും മാത്രമേ നിങ്ങളുടെ പൈസ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ എപ്പോഴെങ്കിലും ഒരു ഹയസ്റ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോഴേ ചാടി വീഴാതിരിക്കുക. ചാടി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം പോകുന്ന വഴി കാണില്ല. Thank you so much for watching my video. Subscribe my channel. Thank you so much.